പാലക്കാട്ടെ LDF സ്ഥാനത്ത് ഡോക്ടർ പി സരിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഇത് നമ്മുടെ അവസാന ദിവസങ്ങളിൽ എത്തിയിരിക്കുകയാണ്. അതായത് പ്രചരണത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ ഇന്ന് CM നേരിട്ട് പ്രചരണത്തിൽ എത്തുന്നു എന്നത് വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, എങ്ങനെയാണ് ഇത്? ഒരാഴ്ച ഇലക്ഷൻ നീട്ടിയതുകൊണ്ട് ഞങ്ങൾ നീട്ടിയ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഇത് മുന്നേ നടക്കേണ്ടതായിരുന്നു. 6 പൊതുയോഗങ്ങൾ 2 പൂർണ്ണമായ ദിവസങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ്. മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസനത്തെ പറ്റിയും പാലക്കാടിന്റെ പ്രതീക്ഷകളെ പറ്റിയും ഒക്കെ ജനങ്ങളോട് പറയും. കേന്ദ്രത്തിന്റെ ഇതായിട്ടുള്ള അവഗണന ഒരു സംസ്ഥാന സർക്കാർ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കേണ്ട പൊതുയോഗങ്ങളായി പാലക്കാട്ടെ 6 പൊതുയോഗങ്ങളും മാറും. അതുകൊണ്ട് തന്നെ ഇന്ന് ശനി, നാളെ ഞായർ, ഈ 2 ദിവസവും പാലക്കാട് ചർച്ച ചെയ്യാൻ പോകുന്നത് പാലക്കാടിന് വേണ്ടി ഇടതുപക്ഷം എന്തൊക്കെ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. മറുഭാഗം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കഴിഞ്ഞ 1 മാസം മുൻപ് പോലും ഇതേ പറയുന്ന ഈ CM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെ, അതല്ലെങ്കിൽ LDF-നെതിരെയും CPM-നെതിരെയും പറഞ്ഞ ഒരാൾ LDF-ന്റെ സ്ഥാനാർത്ഥി വരുന്നു. അത് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്ന് CM തന്നെ നേരിട്ട് വരുന്നു. എന്തൊരു വിരോധാഭാസമാണ് എന്നാണ്. വിരോധാഭാസമല്ല, അതാണ് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്. ഉന്നയിച്ച വിഷയങ്ങളിൽ, ഉയർത്തിയ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്നും അത് ഐക്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നും മുഖ്യമന്ത്രിയുടെ സ്റ്റേച്ചറിലുള്ള കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും എളിയ തുടക്കക്കാരനായ ഞാനും 2 അറ്റങ്ങളിൽ നിൽക്കുന്നവരാണ്. അവർ തമ്മിൽ ഒരു താതാത്മ്യം, ഒരു ഐഡന്റിഫിക്കേഷൻ നടക്കുകയാണ്. ഇതിനെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു ഒപ്പീനിയനിലേക്ക് മറ്റൊരാൾ കൂടുതലായി വന്നു ചേരുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കുന്നതാണ് പൊളിറ്റിക്സ്. അല്ലാതെ ചവിട്ടി പുറത്താക്കലും വിട്ടുകളയലും ഞാൻ മാത്രം മതി എന്നുള്ളതുമല്ല. ആളുകളോടൊപ്പം നിൽക്കാൻ അറിയുക എന്നുള്ളത് പൊളിറ്റിക്സിന്റെ ഏറ്റവും വലിയ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഇടതുപക്ഷം ആ ഡെമോൺസ്ട്രേഷനാണ് കേരളത്തിന്റെ മുന്നിൽ. അത് കോൺഗ്രസ് ഇല്ലാതെ പോയി എന്ന് പറയുന്നുണ്ടോ സാർ? തീർച്ചയായിട്ടും കോൺഗ്രസ് വ്യക്തികളിലേക്ക് ചുരുങ്ങുകയാണ്. അവരുടെ അധികാരമോഹത്തിലേക്ക് വേണ്ടി മാത്രമുള്ള ചവിട്ടുപടികളെ കോൺഗ്രസ് പ്രവർത്തകർ മാറുകയാണ്. അവർക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ല. അതുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള വഴികൾ അറിയില്ല. പൊളിറ്റിക്കൽ ആക്ടിവിസം അറിയില്ല. പ്രതിപക്ഷ പ്രവർത്തനം അറിയില്ല. കാട്ടിക്കൂട്ടൽ തന്നെ അല്ല പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത് എന്ന് പാലക്കാടിന്റെ ഇത്രയും നാൾ ഡോക്ടർ പി സരിന് തോന്നിയില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തോന്നി. തെരഞ്ഞെടുപ്പ് കാലത്തല്ല തോന്നിയത്. തോന്നലുകൾക്ക്, വിമർശനങ്ങൾക്ക് ഒക്കെ ഇടം കണ്ടെത്താൻ അതിനുള്ളിൽ ശ്രമിച്ചിരുന്നു. അമ്പേ പരാജയപ്പെട്ടു പോകുന്ന ഒരു ഏറ്റവും അവസാനത്തെ വിഷയത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഈ നീക്കം, അത് കോൺഗ്രസിന് ആത്മഹത്യാപരമാണ്. പഴുതിലൂടെ BJP ജയിച്ചു കറയുന്ന ജനാധിപത്യ ധ്വംസനം നടക്കുമെന്നറിയുമ്പോൾ ഞാൻ കൈ കെട്ടി നോക്കിയിരിക്കില്ല. ഇടതിനെയാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കുന്നത് അങ്ങനെയാണ്. അത് പിന്നെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിണമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നോക്കൂ, നിങ്ങൾ പാലക്കാടത്തെ വോട്ടർമാരോടൊന്ന് ചെന്ന് ചോദിക്കൂ. സരിനെ അവരൊരു 4 ആഴ്ചയായി വിലയിരുത്തുന്നുണ്ട്. നേരിട്ട് കണ്ടും ഹസ്തദാനം നടത്തിയും പറഞ്ഞും കേട്ടുമൊക്കെ. അവരിൽ ഒരാൾക്ക് പോലും ഇല്ലാത്ത ഈ വിമർശനം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ള വിമർശനം കോൺഗ്രസ് വീണ്ടും വീണ്ടും ഉയർത്തുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിന്റെ ഒരു സങ്കടം കൊണ്ടാവാം. ആവട്ടെന്നേ. 2 കാര്യങ്ങൾ കൂടി. ഒരുപാട് വ്യക്തി അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പല വിഷയങ്ങൾ താങ്കൾക്കെതിരെ ഉന്നയിച്ചതാണ് മറുപക്ഷം. ഏറ്റവും ഒടുവിൽ കള്ളവോട്ടാണ്, വ്യാജ വോട്ടാണ് സാറിനും ഭാര്യയ്ക്കുള്ളതെന്നൊക്കെ അടക്കമുള്ള ആരോപണങ്ങൾ വന്നു. അപ്പോൾ ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പൊ ഇന്നലെ ആ പ്രതികരണം നിങ്ങൾ കണ്ടു. ഒരുപക്ഷെ ഞാൻ അതിൽ കുറച്ച് വൈകാരികമായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 2 വോട്ടുള്ള ഒരാളുടെ വോട്ടുമായി ബന്ധപ്പെടുത്തി ഒരു സ്ഥലത്ത് മാത്രം, അതും എൻ്റെ വീട്ടിൽ വോട്ട് ചേർത്തതിനെ ഒക്കെ ഇക്വേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ചെറുത്ത് നിൽക്കണം. ജനാധിപത്യത്തിൽ ചെറുത്ത് നിൽപ്പ് വലിയൊരു വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ക്ലാരിറ്റി കൊടുക്കണം. ഈ വിഷയം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനോട് നന്ദി പറയുകയാണ്. എങ്ങനെയാണ് വോട്ട് ചേർക്കുക, അതിൻ്റെ പ്രക്രിയ എന്താണ്, അതിനൊരാളുടെ അവകാശം എന്താണ്, അറിയാത്ത കാര്യങ്ങൾ പറയരുത് എന്നുള്ള പാഠം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ അതിന് നിമിത്തമായി എന്നുള്ളത് വലിയ ആശ്വാസം കൂടിയാണ്. പാലക്കാട്ടുകാരനാണ്. കുറേ സമയങ്ങളായി പല റൗണ്ട് പ്രചരണം നടത്തിയ ആളാണ്. അപ്പോൾ എന്തിന് LDF-ന് വോട്ട് ചെയ്യണം, എന്തിന് പി സരിന് ജനങ്ങൾ വോട്ട് ചെയ്യണം? LDF ആണ് ശരി എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. പാലക്കാട് വിഷയം മാത്രം ചെയ്ത തെറ്റ് 3 തവണയായി ജയിപ്പിച്ചു വിട്ട ഒരാൾ ചെയ്യുമെന്ന് പറഞ്ഞുറപ്പിച്ചതിന്റെ പേരിൽ ചെയ്ത തെറ്റുണ്ട്. ആ തെറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു പാലക്കാട്. പൊളിറ്റിക്കലായിട്ടായിരിക്കണം പാലക്കാട് ഇത്തവണ വിധി എഴുതേണ്ടത്. അത് എന്നേക്കുമായ വിധിയെഴുത്ത് കൂടിയാണ്. ഒരു കൂട്ടരെ അപ്പുറത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് എതിരെയുള്ള ഒരു മൊബിലൈസേഷൻ നടത്തി വോട്ട് സമാഹരിക്കുന്ന വില കുറഞ്ഞ തന്ത്രത്തിന്റെ പേരല്ല രാഷ്ട്രീയം. അറിഞ്ഞാർജവത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പാലക്കാട് തയ്യാറെടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. 1.5 കൊല്ലം കൊണ്ട് ചെയ്യുമെന്നുള്ള ചില വാക്കുകളാണ് ജനങ്ങളോട് ഒപ്പിട്ട് നൽകുന്ന സ്റ്റേറ്റ്മെന്റായി ഇന്നലെ ലൈവത്തോണിൽ പറഞ്ഞത്. അതുതന്നെയാണ് എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നത്. 1.5 വർഷം കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തീർക്കാൻ ഇടതുപക്ഷത്തിന്റെ ഒരു MLA പാലക്കാട് നിന്ന് വരണമെന്ന് ജനം തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനം വോട്ടും ചെയ്യാൻ പോകുന്നത്. ശരി, അത് കഴിയട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.